ആ മനുഷ്യനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴേ മനുഷ്യനിപ്പോഴും തലയിൽ വെറും പൊട്ടത്തരാണ്. പൊട്ടത്തരം പറയുന്നവർ പറഞ്ഞോട്ടെ. പൊട്ടത്തരം പറയുമ്പോഴും നമുക്ക് നമ്മളതായ യാഥാർത്ഥ്യങ്ങൾ പറയാമല്ലോ. ആരും എന്തൊന്നും പറയുന്നില്ല. കാരണം വെച്ചാൽ നമ്മൾ ഓരോരുത്തർക്കും ഇവിടെ വിശ്വാസ പ്രമാണങ്ങളിൽ ശരിയാണ്, അവരവരതിൻ്റെ അതിൽ പൊയ്ക്കോട്ടെ. പക്ഷെ അത് ശരിയാണെന്ന് ആവർത്തിക്കുമ്പോൾ അതിലെത്ര ശരിയുണ്ട് നോക്കാം. ഇത്രയും വലിയ ശാസ്ത്രങ്ങൾ തെളിയിച്ച അനന്തമായ പ്രപഞ്ചശക്തി, കോടാനുകോടി വലുപ്പമുള്ള പ്രപഞ്ചം, അതിൽ മിൽക്കി വേള്, ഗാലക്സികൾ, സൂര്യനേക്കാൾ എത്രയോ വലുപ്പമുള്ള അനന്തകോടി നക്ഷത്രങ്ങൾ ചേർന്ന ഈ പ്രപഞ്ചത്തിൽ ഭൂമി തന്നെ അണുവാണ്, മനുഷ്യൻ എത്രയോ ചെറിയ അണുവാണ്, സൂര്യനൊപ്പം അണു തന്നെയാണല്ലോ. ഇങ്ങനെയൊക്കെയാണ് പ്രപഞ്ചത്തിന് ഒരാൾ സൃഷ്ടിക്കുക എന്ന് പറയുമ്പോൾ അതിൽ ഇപ്പോൾ ക്ലോണിങ്ങിൽ മനുഷ്യനെ ഉണ്ടാക്കുന്ന ഒരാൾ സൃഷ്ടിച്ചു കാണാത്തതൊക്കെ അതാണെന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിച്ച് അതാര് പറഞ്ഞെന്നുള്ളതല്ല, അങ്ങനെ ചിന്തിക്കുന്നത് ശരിയാണ്. നമ്മൾ ചിന്തിക്കുക. അങ്ങനെ ഒരാൾക്കും ഒന്നിനെ സൃഷ്ടിക്കാൻ പറ്റില്ല. സൃഷ്ടിപ്പുണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഓരോരുത്തർ ദൈവം ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട്, സ്റ്റാച്ചു ആയിട്ട് ഉണ്ടാക്കി വയ്ക്കുന്നത്, അത് വേറെ രീതിയിലാണ്. അതിന് നമ്മളൊരു വണ്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഒരു ട്രെയിൻ ഉണ്ടാക്കിയ ട്രെയിൻ ഒരാളെ തലയിൽ വരുന്ന, പക്ഷേ ട്രെയിൻ ആയിരക്കണക്കിന് ആൾക്കാർ എടുത്തുകൊണ്ട് പോകും. അത്ര ട്രെയിനിന് പറ്റുള്ളൂ. അത് ട്രെയിൻ ഒരാളുണ്ടാക്കുന്നത് തന്നെയാണ്. അങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതല്ലാണ്ട് ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ ഒരു വ്യക്തിക്ക് സാധ്യമല്ല. 100% ഗ്യാരണ്ടി. അതാരും പറഞ്ഞാലും എല്ലാവരും പറയുന്നത്, ഞാൻ പലതവണ പറഞ്ഞു പോയതാണ്. അതിനെ ന്യായീകരിക്കുന്നതിന് നടക്കുന്നത് മറ്റുള്ളവരൊക്കെ പൊട്ടന്മാരുടെ ഈ ലോകത്തിൽ. അത് നടക്കാത്ത കേസാണ്. ക്ലോണിങ്ങിൽ മനുഷ്യനുണ്ടാക്കുന്ന ശക്തി ഉണ്ടാവും. അത് ശക്തി പ്രപഞ്ചത്തിലുണ്ടല്ലോ. അത് പല രൂപത്തിലുണ്ട്, ഭാവത്തിലും. ഇപ്പോൾ കറണ്ട് ലൈറ്റ് കത്തുന്നുണ്ടെങ്കിൽ കൈനറ്റിക് എനർജി ഉണ്ട്, ഡൈനാമിക് എനർജി ഉണ്ട്. അതൊക്കെ കാണില്ല വെച്ചിട്ട് ആ ശക്തിയൊക്കെ തന്നെയാണോ? നമ്മൾ കാണാത്ത ശക്തികൾ മൂലം നമ്മൾ ചിന്തിക്കുന്ന ശക്തിയാണോ? നമ്മൾ ചിന്തിക്കുന്ന രൂപത്തിലാണ് ലോകം നടക്കുന്നത്. അത് ശരിയല്ല. അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കമ്മ്യൂണിസം ശരിയല്ലേ? ട്രയാമ്പിൾ സ്ക്വയറിൽ ചൈനയിൽ 3000-4000 ആളെ കൊന്നു. അത് പറയുന്നതോടെ ആളുകൾ അത്രയും ആൾക്കാർ അഴിമതിക്കരെ സംബന്ധി ഒറ്റയടിക്ക് വെടിവെച്ച് കൊല്ലുകയാണ്. അപ്പോൾ അതിനെ അംഗീകരിക്കുന്ന കൂടുതൽ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് ശരിയാണോ? നമ്മൾ പറഞ്ഞതിലൊക്കെ കൊല്ലാൻ. അതുകൊണ്ട് ചിന്തിക്കുക. അങ്ങനെ ഒരാളും ഈ പ്രപഞ്ചത്തിനെ നിയന്ത്രിക്കാൻ പറ്റിയ ആളില്ല. ശക്തി ഇല്ല എന്നൊന്നും ആരും പറയില്ല. ശക്തി പല സ്ഥലത്തിലുണ്ട്. ഞാൻ സംസാരിക്കുന്നതിലും ശക്തിയാണ്, പവറാണ്. അതൊക്കെ അല്ല. ആ ഒരുതര ശക്തി തന്നെയാന്ന് പറഞ്ഞാൽ ആളില്ല. ഇനി അൺലിമിറ്റഡ് ലൂപാണെങ്കിലും അത് നിങ്ങൾ വിചാരിക്കുന്ന രൂപം തന്നെ ആവണമെന്നില്ല. രൂപം പല വിധത്തിൽ വരാം. അത് മനുഷ്യൻ വെച്ചാൽ മറ്റു ജീവികളെ പോലെ തന്നെ ഒരു ചിന്താശേഷിയില്ല, വിവേചന ബുദ്ധിയുള്ളൊരു മനുഷ്യന് മാത്രമേ ഉള്ളൂ. എല്ലാ ജീവികളെ പോലെ തന്നെ മനുഷ്യനെന്താ വ്യത്യാസം? കിളികൾക്ക് വരെ കിളികൾക്ക് വരെ ഭൂമിയിൽ കണ്ട് അറിയാൻ പറ്റുന്ന ഒരു പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുകയാണ്. അവിടെ മനുഷ്യൻ സാധാരണ ചിന്തിച്ചു പോകുന്നത് മനുഷ്യന് ഉയർന്നു പോകാനുള്ള കഴിവുണ്ട്, അത്ര തന്നെ വ്യത്യാസമുള്ളൂ. അല്ലാണ്ട് മനുഷ്യനപ്പുറത്ത് ഒരു സംഗതിയും കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് കണ്ടെത്തിയതിനെ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് എല്ലാത്തിനും ഒരാൾ നമ്മളങ്ങനെ നിയന്ത്രിച്ച് കൊണ്ടെടുക്കല്ലേ, വേറെ പണിയൊന്നുമില്ല. ഒരാളിങ്ങനെ നിയന്ത്രിക്കല്ലേ, വേറെ പണിയൊന്നുമില്ല. നിയന്ത്രിക്കാനൊക്കെ നമ്മൾ പറയുന്ന ആൾ. എന്തൊരു അതിശയോക്തി! ഇവരെ തലയ്ക്കകത്ത് വെളിച്ചം വരട്ടെ. ഇതിനൊന്നും ആരും നിഷേധിക്കലല്ല, ആരും മോശക്കാരെ പറയല്ല. എല്ലാവർക്കും ഒരു വിശ്വാസ പ്രമാണങ്ങളായിട്ട് പോവാം. പക്ഷേ എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴത്തേക്ക് ഇതന്നൊക്കെ ഇതന്നെയാണ്, ഇതല്ലാത്ത വേറെ ഒന്നുമില്ല. അങ്ങനെ ഉണ്ടാവില്ലല്ലോ. എല്ലാവരും പറയുന്നത് ശരിയല്ലേ? ഇപ്പോൾ സ്വർണ്ണമാണെന്നുണ്ടെങ്കിൽ സ്വർണ്ണം കൊണ്ട് എന്തൊക്കെ ആഭരണങ്ങളുണ്ടാക്കുക, സ്വർണ്ണം അല്ലാതെ മാറില്ല. എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ എല്ലാ ശക്തികളും ഞങ്ങൾ വിചാരിക്കുന്ന ശക്തി മാത്രം ശരി, ഞങ്ങൾ പറയുന്നത് മാത്രം ശരി. എന്താ ഇത്?